എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇന്നലെ പുലർച്ചയോടെ പറഞ്ഞ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾ നമുക്ക് നോക്കാം. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അഡ്മിഷൻ നിർദ്ദേശങ്ങൾ. നിലവിലുള്ള ഒഴിവുകളിൽ ജില്ലാന്തര കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കാനുള്ള അവസരം 2021 ജൂലൈ 21 വൈകിട്ട് 4 മണി വരെ നൽകിയിരുന്നു. ഇത്തരത്തിൽ ആകെ ലഭ്യമായ 54,419 അപേക്ഷകളിൽ കൺഫർമേഷൻ പൂർത്തിയാക്കിയ 54,827 അപേക്ഷകൾ പരിഗണിച്ചിട്ടുള്ള ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂലൈ 25 രാവിലെ 10 മണിക്ക് പ്രവേശനം സാധ്യമാകും വിധം പ്രസിദ്ധീകരിക്കുമെന്നാണ് സർക്കുലറിൽ പറയുന്നതെങ്കിലും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നു മുതൽ ജൂലൈ മാസം 25 മുതലാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിനായിട്ട് ഹാജരാകാൻ സാധിക്കുക. പ്രവേശനം സാധ്യമാകും വിധം പ്രസിദ്ധീകരണം. കാൻഡിഡേറ്റ് ലോഗിനിലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ റിസൾട്ട് പരിശോധിക്കാനുള്ള സൗകര്യം അതാത് സ്കൂൾ പ്രിൻസിപ്പൽമാർ ചെയ്തു കൊടുക്കേണ്ടതും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുത്ത് നൽകേണ്ടതുമാണ്. അതേ സ്കൂളിൽ കോമ്പിനേഷൻ മാറ്റം ലഭിച്ചവർ പുതിയ ലെറ്റർ പ്രകാരം പ്രവേശനം മാറ്റി കൊടുക്കേണ്ടതാണ്. ഇവിടെ പറഞ്ഞത് ഇത്ര മാത്രമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്കൂളിൽ സയൻസ് കിട്ടിയൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ അതേ സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് കിട്ടി. അങ്ങനെയെങ്കിൽ പുതിയ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രകാരം ആ കുട്ടീനെ സയൻസിൽ നിന്നും ഹ്യൂമാനിറ്റീസിലേക്ക് മാറ്റണം. അതാണ് സ്കൂൾ മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കാലതാമസം കൂടാതെ വിടുതൽ സർട്ടിഫിക്കറ്റും സ്കൂൾ അഡ്മിഷൻ യൂസറിൽ ലഭ്യമായിട്ടുള്ള TC ജനറേറ്റർ ഫോർ സ്റ്റുഡൻസ് ട്രാൻസ്ഫേർഡ് ടു അതർ സ്കൂൾ ഇൻ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്കിലൂടെ വിടുതൽ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അതെല്ലാം അധ്യാപകർ സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങളാണ്. സ്വഭാവ സർട്ടിഫിക്കറ്റും മറ്റ് അസൽ രേഖകളും പുതിയ സ്കൂളിൽ പ്രവേശനത്തിന് ഹാജരാകണം. TC, സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും പ്രവേശനത്തിനായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. സ്കൂൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലിസ്റ്റും റിപ്പോർട്ടും അഡ്മിഷൻ യൂസറിൽ ലഭ്യമാകുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ജൂലൈ 25 രാവിലെ 10 മണി മുതൽ ജൂലൈ 28 വൈകുന്നേരം 4 മണി വരെ നടത്താണ്. ജൂലൈ മാസം 25 രാവിലെ 10 മണി മുതൽ ജൂലൈ മാസം 28 വൈകിട്ട് 4 മണി വരെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ച് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ആ പുതിയ ഓപ്ഷനിലേക്ക് മാറണം. ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പഴയ സ്കൂളിൽ തന്നെ തുടരാൻ സാധിക്കും. ഇത്രയും ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നില്ല, വായിക്കുന്നില്ല. അത് കാരണം ഇത് നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പൽമാർക്കുള്ള നിർദ്ദേശങ്ങളാണ്. അപ്പോൾ അത് അവർ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമ്മൾ സ്കിപ്പ് അടിക്കുകയാണ്. അത് അവർ ചെയ്യേണ്ട കാര്യമാണ്. അത് വിദ്യാർത്ഥികൾ അറിയേണ്ട ആവശ്യമില്ല. സ്കൂൾ കോമ്പിനേഷൻ മാറ്റം ലഭിച്ചവർ ഒടുക്കേണ്ട ഫീസ് സംബന്ധിച്ച് നിർദ്ദേശങ്ങളാണ്. ഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 3 തരത്തിലാണുള്ളത്. ഒന്നാമതാണ് നിലവിലെ സ്കൂളിൽ തന്നെ കോമ്പിനേഷൻ മാറ്റം ലഭിച്ചവർ.
അതായത് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു സ്കൂളിൽ സയൻസ് കിട്ടിയ ഒരു കുട്ടിക്ക് അതേ സ്കൂളിൽ തന്നെ ഹ്യൂമാനിറ്റീസ് കിട്ടി. നിലവിൽ പ്രവേശനം ലഭിച്ച സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ പ്രസ്തുത കോമ്പിനേഷൻ മാറ്റത്തിൻ്റെ ഫലമായി അടയ്ക്കേണ്ട അധിക ഫീസ് ഒടുക്കിയാൽ മതിയാകും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, സയൻസ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചധികം ഫീസ് അടച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് മാറ്റം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. അതേസമയം നിങ്ങൾ ഹ്യൂമാനിറ്റീസിൽ നിന്നും സയൻസിലേക്കാണ് പോകുന്നതെങ്കിൽ ഹ്യൂമാനിറ്റീസിന് പ്രാക്ടിക്കൽ വിഷയങ്ങളില്ല, അതുകൊണ്ട് തന്നെ തുക കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സയൻസിലേക്കാണ് ട്രാൻസ്ഫർ ലഭിച്ചെങ്കിൽ ആ അധികമായ തുക സയൻസിന് എത്രയാണോ, ഒരു 100-200 രൂപ അധികമാകുമെന്ന് മാത്രം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഓക്കെ, ആ പേജ് പോയിരുന്നു, അതുകൊണ്ടാണ്. ഇനി അടുത്ത നിർദ്ദേശമാണ്, ഒരേ കോമ്പിനേഷനിൽ തന്നെ സ്കൂൾ മാറ്റം ലഭിച്ചവർ. ഇത് പറയുന്ന ഇത്ര മാത്രമാണെന്ത്, ഒരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ലഭിച്ചൊരു കുട്ടിക്ക് അടുത്തൊരു സ്കൂളിൽ എന്ത് കിട്ടി, ഹ്യൂമാനിറ്റീസ് തന്നെ കിട്ടി. ഒരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ലഭിച്ച കുട്ടിക്ക് അടുത്ത സ്കൂളിലും ഹ്യൂമാനിറ്റീസ് കിട്ടി. അതാണ് ഉദാഹരണം. നിലവിലെ പ്രവേശനം നേടിയ അതേ കോമ്പിനേഷനിൽ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ പുതിയതായി ഫീസൊന്നും അടയ്ക്കേണ്ട. ഇവർ കോഷൻ ഡിപ്പോസിറ്റ്, PTA ഫണ്ട് എന്നിവ കൊടുക്കണം. അതായത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾക്കിപ്പോൾ പുതിയൊരു സ്കൂളിലേക്കും ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയൊരു സ്കൂളിൽ അതേ കോഴ്സ് തന്നെ കിട്ടിയാൽ നിങ്ങൾ പുതിയതായിട്ട് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കോഷൻ ഡിപ്പോസിറ്റും PTA ഫണ്ടും എന്നിവ കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ മൂന്നാമത്തെ തരത്തിലാണ് പുതിയ സ്കൂളിൽ പുതിയൊരു കോമ്പിനേഷൻ ലഭിച്ചവർ. ഇതെന്ന് പറയുവാണെങ്കിൽ, A എന്ന സ്കൂളിൽ സയൻസ് ഉണ്ടായിരുന്നൊരു വിദ്യാർത്ഥി B എന്ന സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് കിട്ടി. സ്കൂളും മാറി, കോഴ്സും മാറി. കോമ്പിനേഷൻ മാറ്റത്തോടെ പുതിയ സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ പുതിയ കോമ്പിനേഷൻ്റെ ഭാഗമായി ഒടുക്കേണ്ട ഫീസ്, കോഷൻ ഡിപ്പോസിറ്റ്, PTA ഫണ്ട് എന്നിവ ഒടുക്കേണ്ടതാണ്. സ്കൂൾ മാറ്റം ലഭിച്ച് പുതിയ സ്കൂളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാർ ആദ്യം പ്രവേശനം നേടിയ സ്കൂളിൽ ഒടുക്കിയ ഫീസിൻ്റെ റെസീറ്റ് വാങ്ങി സൂക്ഷിക്കേണ്ടതും അധിക ഫീസ് ഇനത്തിൽ വരുന്ന തുക മാത്രം വീണ്ടും ഒടുക്കാൻ നിർദ്ദേശിക്കേണ്ടതുമാണ്. അതിപ്പോൾ നിങ്ങൾ പഴയ സ്കൂളിൽ അടച്ച റെസീറ്റ് കാണിച്ചാൽ മതിയാവും, നിങ്ങൾ അധികമായിട്ട് വരുന്ന ഫീസുകൾ അടച്ചാൽ മതി. സ്കൂൾ മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ അവർ ആദ്യം പ്രവേശനം നേടിയ സ്കൂളിൽ ഒടുക്കിയ കോഷൻ ഡിപ്പോസിറ്റ്, PTA ഫണ്ട് എന്നിവ അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാർ നിർബന്ധമായും തിരികെ നൽകേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ A എന്ന സ്കൂളിൽ പ്രവേശനം നേടി, അവിടെ നിങ്ങൾ PTA ഫണ്ട്, കോഷൻ ഡിപ്പോസിറ്റ്, മറ്റ് കാര്യങ്ങളൊക്കെ അടച്ചു. അപ്പോൾ നിങ്ങൾ B എന്ന സ്കൂളിലേക്ക് പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു വിദ്യാർത്ഥി A എന്ന സ്കൂളിൽ കോഷൻ ഡിപ്പോസിറ്റിനും PTA ഫണ്ടും തിരിച്ചു നൽകാൻ വേണ്ടി അപേക്ഷ നൽകണം. അങ്ങനെ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൽമാർ ആ പണം നിർബന്ധമായും കുട്ടികൾക്ക് എന്ത് ചെയ്യണം, PTA ഫണ്ട്, കോഷൻ ഡിപ്പോസിറ്റ് എന്ത് ചെയ്യണം, പുതിയൊരു സ്കൂളിലേക്ക് പോകുന്നൊരു വിദ്യാർത്ഥിക്ക് PTA ഫണ്ടും കോഷൻ ഡിപ്പോസിറ്റും പഴയ സ്കൂളിൽ നിന്നും തിരിച്ചു നൽകേണ്ടതാണ്. ഞാൻ ഈ വട്ടമിട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അഥവാ ഇനി ഏതെങ്കിലും സ്കൂളുകാർ തിരിച്ചു തരികയില്ല, നിങ്ങൾക്ക് ഫണ്ട് തിരിച്ചു തരികയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കുലർ എടുത്ത് നിങ്ങൾ അവരെ ഒന്ന് കാണിച്ചാൽ മതിയാകും. നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതി. അതായത് PTA ഫണ്ടും കോഷൻ ഡിപ്പോസിറ്റ് നിർബന്ധമായും വിദ്യാർത്ഥികൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണത്. ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണ്. ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നത്. ഇപ്പോൾ A എന്ന സ്കൂളിൽ നിന്നും B എന്ന സ്കൂളിലേക്ക് പോകുമ്പോൾ A എന്ന സ്കൂളിൽ അടച്ച കോഷൻ ഡിപ്പോസിറ്റും PTA ഫണ്ടും നിർബന്ധമായിട്ടും തിരിച്ചു കൊടുക്കേണ്ടതാണ്. നിലവിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ശേഷമുള്ള ഒഴിവുകളിലേക്ക് മെറിറ്റ് അടിസ്ഥാന സ്പോട്ട് അഡ്മിഷൻ നിർദ്ദേശങ്ങൾ 2025 ജൂലൈ 29 2 മണിക്ക് പ്രസിദ്ധീകരിക്കും. അത് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ വീഡിയോ ചെയ്യും. എന്തെങ്കിലും തരത്തിൽ പ്രായോഗിക അവധി ഉണ്ടാവുകയാണെങ്കിൽ പോലും പ്രവേശന നടപടികൾ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ട നടപടികൾ പ്രിൻസിപ്പൽമാർ സ്വീകരിക്കണം. അതിപ്പോൾ കനത്ത മഴ കാരണവും മറ്റ് പല കനത്ത മഴയൊക്കെ കാരണം തന്നെ കനത്ത മഴയും മറ്റ് പല കാരണങ്ങളാലും പല ജില്ലകളിലും പല പഞ്ചായത്തുകളിലും താലൂക്കുകളിലൊക്കെ അവധികൾ പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷനെ ഈ അവധികൾ ബാധിക്കുകയില്ല. അതായത്
സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർമാർ അതുപോലെ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ വാർഡുകൾ അടിസ്ഥാനത്തിൽ വരുന്ന അവധികളൊന്നും ഇപ്പോൾ ജില്ലാ അവധികൾ, വാർഡുകൾ അവധി, പഞ്ചായത്ത് അവധി, അങ്ങനത്തെ അവധികളൊന്നും എന്തിനെ ബാധിക്കില്ല? പ്രവേശനത്തെ ബാധിക്കുകയില്ല എന്നാണ് ഓർക്കേണ്ടത്. അപ്പോൾ നാളെ അവധിയല്ലേ എന്ന് വെച്ച് എന്ത് ചെയ്യരുത്? പ്രവേശനത്തിന് പോകാതിരിക്കരുത്. പ്രവേശനത്തെ എന്ത് ചെയ്യില്ല? ഈ ജില്ലാ കളക്ടർമാരുടെ അവധി പ്രവേശനത്തെ ബാധിക്കുകയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഈ സർക്കുലർ നിങ്ങൾക്ക് സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ വായിച്ചു നോക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരികടൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.